25 വർഷമായി കലോത്സവങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായ ഒരു ആസ്വാദകനെ പരിചയപ്പെടാം ഇനി. വൈക്കം സ്വദേശി അനന്തു സുധീഷാണ് ആ കലാ ആസ്വാദകൻ. വിവിധ വർഷങ്ങളിലെ കലോത്സവ പോരാട്ടങ്ങളൊന്നും മനഃപ്പാടമാണ് അനന്തുവിന്. കൊല്ലത്തു നിന്നും രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അരങ്ങിൽ കുച്ചിപ്പുടി മത്സരം നടക്കുകയാണ്. കലോത്സവ നഗരിയിലെത്തുന്നവർ കലാകാരന്മാർ മാത്രമല്ല, കലയെ സ്നേഹിക്കുന്നവർ, ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ, അത്തരം ആളുകളുമുണ്ട്. അവർ ഈ മത്സരങ്ങളൊക്കെ വീക്ഷിക്കും, സസൂക്ഷ്മം വീക്ഷിച്ച് ആസ്വദിക്കും. അത്തരത്തിലൊരാളെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടന് 25 വർഷമായിട്ട് കലോത്സവങ്ങൾ കാണുന്ന ഒരാളാണ്. പേരെങ്ങനെയാണ് ചേട്ടാ? അനന്തു സുധീഷ്. എവിടെയാണ് സ്ഥലം? കോട്ടയം ജില്ല, വൈക്കം. എത്ര നാളായിട്ട് കലോത്സവങ്ങൾ കാണുന്നുണ്ട്? ഞാൻ 1997 എറണാകുളത്ത് ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന കലോത്സവമാണ് ആദ്യമായിട്ട് പോയി കണ്ട കലോത്സവം. ആ കലോത്സവത്തിൽ ആദ്യമായിട്ട് ചെന്ന് കാണുമ്പോഴത്തേനും എന്താണ് ഈ കലോത്സവം അല്ലെങ്കിൽ കലകൾ എന്താണ് എന്നുള്ളത് എനിക്ക് കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്ന നമ്മളുടെ വിവിധ ചുറ്റുവട്ടത്തൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ കളിക്കുന്ന ഈ ഡപ്പാങ്കുത്ത് പോലത്തെ ഭരതനാട്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്രയും ഗ്ലാമർ ഇനമാണ്, ഇത്രയും ഗ്ലാമറസായ ഒരു ഐറ്റങ്ങളാണ് ഭരതനാട്യം, മോഹിനിയാട്ടം എന്നുള്ളതൊക്കെ അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അന്ന് മോഹിനിയാട്ടമാണ് ആദ്യമായിട്ട് കണ്ടത്. വേദി 1 ആദ്യത്തെ ഇനം മോഹിനിയാട്ടമായിരുന്നു. ആ മോഹിനിയാട്ടം കാണാനായിട്ട് വേദിയിൽ ചെല്ലുമ്പോഴത്തേനും കൊട്ടാരക്കര വാളകത്തുള്ളൊരു കുട്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. MN പത്മിനി ആ വർഷത്തെ കലാതിലക ആ കുട്ടിയായിരുന്നു. ആ കുട്ടി ഒരു മോഹിനിയാട്ടം ചെയ്തു. ഇന്നും ഹൃദയത്തിൽ അത് മറക്കാൻ പറ്റാത്ത, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു മോഹിനിയാട്ടം അതായിരുന്നു. അത് ശൃംഗാരമായിരുന്നു. ശൃംഗാരവർണ്ണമാണ് മോഹിനിയാട്ടത്തിൽ ചെയ്തത്. മാമക എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റമാണ് തുടങ്ങിയത്. അസാധ്യമായിട്ട് ആ കുട്ടി ചെയ്തു. ഇന്നും അത് മനസ്സിലുണ്ട്. മാമക കനവതിരമ്യം, അങ്ങനെയാണ് അത് തുടങ്ങണമെന്ന്. കലോത്സവം 25 വർഷമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഓരോ കലോത്സവ നഗരിയിൽ നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള എങ്ങനെയാണ് ആദ്യത്തെ വർഷം കണ്ട കലോത്സവത്തിന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കലോത്സവങ്ങൾ? ആദ്യ സമയം എന്ന് പറയുന്നത് പക്കമേളം ഓൾറെഡി ലൈവായിരുന്നു, സ്റ്റേജിൽ ഉണ്ടായിരുന്നു. പക്കമേളത്തോടു കൂടിയേ കുട്ടികൾക്ക് നൃത്തം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ വളരെ പക്വതയോടെ കച്ചേരി ചെയ്യാൻ പ്രാപ്തയായിട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേദിയിൽ വന്ന് മത്സരിക്കാൻ പറ്റുള്ളൂ. കാരണം പക്കമേളം ലൈവ് ചെയ്യണമെങ്കിൽ കച്ചേരി പഠിക്കണം. അല്ലാതെ ക്യാപ്സുൽ രൂപത്തിലെ ഭരതനാട്യം, മോഹിനിയാട്ടം ഒന്നും കളിച്ചിട്ട് വരാൻ പറ്റില്ലായിരുന്നു. പിന്നീടുള്ളത് കലാതിലകം ഉണ്ടായിരുന്നു, കലാപ്രതിഭ പട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അത് കുട്ടികൾക്ക് കിട്ടാവുന്ന ജീവിതത്തിൽ അവരുടെ വളർച്ചയ്ക്ക് കലയെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപാധി മാർഗമായിരുന്നു ആ കലാതിലകം എന്ന് പറയുന്നത്. കാരണം കലോത്സവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ഏത് കുട്ടിയാണ് മുന്നിട്ട് വന്നത്, ഏത് ജില്ലയിലെ കുട്ടിയാണ്, അതൊരു ഒരു 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 അനുഭവമായിരുന്നു. കലോത്സവങ്ങളുടെ വേദികളിൽ അതിൻ്റെ മാർക്കും ആ കുട്ടികളുടെ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും ഇന്ന കുട്ടിയാണ് ഭരതനാട്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഒരു അനുഭവമായിരുന്നു. ഇപ്പം അത് ഇല്ല, അങ്ങനത്തെ ഒരു രീതി ഇല്ല. ആ ഒരു രീതി നല്ലൊരു അനുഭവമായിരുന്നു. ചേട്ടൻ ഒരു കലാസ്വാദകൻ മാത്രമല്ല, ഒരു കലാകാരിയുടെ രക്ഷകർത്താവ് കൂടിയാണ്. ചേട്ടൻ്റെ മകള് ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ വിഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഒരു കലാകാരിയുടെ രക്ഷകർത്താവ്, അങ്ങനെ നോക്കിക്കാണുമ്പോൾ ഈ കലോത്സവത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്താം? അതായത് ഞാൻ ഈ കലോത്സവങ്ങൾ കാണാൻ തുടങ്ങി 25 വർഷമായിരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം കലോത്സവം, അതായത് 2008 കൊല്ലം, 15 വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലത്ത് കലോത്സവം നടക്കുന്നത്. ആ കൊല്ലത്തെ കലോത്സവം നടക്കുന്ന സമയത്താണ് എൻ്റെ മോള് ജനിക്കണത്. 2 ദിവസം 3 ദിവസം കണ്ടേ പ്രായമുള്ളൂ. ഞാൻ വീട്ടിൽ ജോലി സംബന്ധമായ ഒരു കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസം വന്ന് കലോത്സവം കണ്ട ആളാണ്. കാരണം എനിക്ക് കലോത്സവത്തെ ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ ആദ്യം കാണുന്ന മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിൽ അന്ന് മീര ശ്രീനാരായണൻ എന്ന് പറയുന്നൊരു കുട്ടിയാണ് കൊല്ലത്ത് മോഹിനിയാട്ടം ചെയ്തത്. അന്ന് ഫസ്റ്റ് ആ കുട്ടിക്കായിരുന്നു. ആ കുട്ടി ചെയ്ത് രാസരസപ്രിയ എന്ന് പറയുന്നൊരു ശൃംഗാര വർണ്ണമാണ്. ആ കുട്ടി വേദിയിൽ അത് ചെയ്യുമ്പോൾ എൻ്റെ 2 ദിവസം പ്രായമുള്ള എൻ്റെ മോള് വളർന്നു വന്നാൽ എങ്ങനെയായിരിക്കണം മോഹിനിയാട്ടം ചെയ്യേണ്ടതെന്നുള്ളൊരു സങ്കല്പമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇന്നത് 15 വർഷം കഴിഞ്ഞ് വീണ്ടും കൊല്ലത്തെ കലോത്സവം വന്നപ്പോൾ എൻ്റെ മോളെ അത് ആ വേദിയിൽ മോഹിനിയാട്ടത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സ്വപ്നം. എനിക്ക് കലാകാരനാകാൻ ഇത് പഠിക്കാനുള്ള ഭാഗ്യമൊന്നും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടൊന്നും ഉണ്ടായില്ല.
അപ്പോൾ ഞാൻ ആസ്വദിച്ചൊരു 3000 ഐറ്റം ഈ കലോത്സവങ്ങളിൽ ഈ കണ്ണിലൂടെ ഞാൻ കണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത്ര കുട്ടികളുടെ പ്രകടനങ്ങൾ കണ്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ മോൾ ആ ഒരു നിലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ, നമുക്കൊരാഗ്രഹം. ആ ആഗ്രഹമാണ് എൻ്റെ മോളിലേക്ക് അത് എത്തിയത്. കലാപൂരം കൊഴുക്കുമ്പോൾ കലാസ്വാദകരുടെ മനസ്സും നിറയുന്നുണ്ട്. ക്യാമറാമാൻ ഹരികൃഷ്ണനൊപ്പം രേഷ്മ ബാബു, ജനം, കൊല്ലം.